അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അനുഗ്രഹമായി, സൗഭാഗ്യമായി നമുക്ക് തന്നിട്ടുള്ള വിശുദ്ധ ഇസ്ലാമിലെ ഓരോ നന്മകളെയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കാൻ സാധിക്കുക എന്നത് വലിയ സന്തോഷവും ആനന്ദവും നൽകുന്ന കാര്യമാണ്. സമയബന്ധിതമായി നാം നിർവഹിക്കേണ്ടതും അനുഷ്ഠിക്കേണ്ടതുമായ കാര്യങ്ങൾ വിശുദ്ധ ഇസ്ലാമിലുണ്ട്. പ്രത്യേക രൂപത്തിലും എണ്ണത്തിലുമായി നാം ചെയ്യേണ്ടതായ കാര്യങ്ങൾ ഇസ്ലാമിലുണ്ട്. നിരുപാധികം നമുക്ക് നിർവഹിക്കാൻ അവസരമുള്ളതായ ഒട്ടേറെ നന്മകൾ വിശുദ്ധ ഇസ്ലാമിലുണ്ട്. ഓരോ നന്മകൾക്കും നാം കൊടുക്കുന്ന സമയത്തേക്കാൾ കൂടുതലാണ്, അധികമാണ് ആ നന്മകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു നൽകുന്ന പ്രതിഫലം എന്നുള്ളത്. ഒരു നേരത്തെ നിസ്കാരത്തിന് എത്രയാണ് സമയം നമുക്കറിയാം. അള്ളാഹു അതിന് കണക്കാക്കിയ കൂലിയും ആ സമയവും കൂട്ടി നോക്കിയാൽ മുന്നിട്ട് നിൽക്കുന്നത് അള്ളാഹു നൽകുന്ന പ്രതിഫലമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ വരുമാനത്തിൻ്റെ നിശ്ചിത വിഹിതം സകാത്തായി നമ്മൾ കൊടുക്കണം. കൊടുക്കുന്ന വിഹിതത്തിൻ്റെ കുറവ് അനുസരിച്ചല്ല അള്ളാഹു കൂലി പ്രദാനം ചെയ്യുന്നത്. മറിച്ച് ആ ബാധ്യത നിർവഹിക്കുന്നതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം കണക്കാക്കുന്നത്. ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച്, ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഉംറ നിർവഹിക്കാനും ഹജ്ജ് നിർവഹിക്കാനുമൊക്കെ പ്രായം മറന്നുപോലും പോകുന്ന ആളുകളുണ്ട്.
വലിയ പ്രയാസങ്ങൾ അത്തരം യാത്രകളിൽ ഉണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആരാധനകൾക്ക് കണക്കാക്കിയിട്ടുള്ള പ്രതിഫലം ഓർക്കുമ്പോൾ നാം ചെലവഴിക്കുന്നതും യാത്ര പോകുന്നതും നമുക്കൊരു പ്രശ്നമായി മാറാറില്ല. ഏത് കാര്യത്തിൻ്റെയും അവസ്ഥ ഈ രൂപത്തിൽ തന്നെയാണ്. സമയബന്ധിതമായി നിർവഹിക്കാൻ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു മാസക്കാലം അള്ളാഹുവിന് വേണ്ടി നോമ്പനുഷ്ഠിച്ച് ചെറുതും വലുതുമായ നന്മകൾ കൊണ്ട് ജീവിതത്തെ സമ്പന്നമാക്കാൻ പരിശ്രമിക്കുക, തയ്യാറാവുക എന്നത്. റമദാൻ നമ്മിലേക്ക് അടുക്കുമ്പോൾ മാത്രമല്ല, ഏത് വിഷയങ്ങളെ സംബന്ധിച്ചുമുള്ള ഉണർത്തലുകളും ഉത്ബോധനങ്ങളും നമുക്ക് വലിയ ഗുണമാണ് സമ്മാനിക്കുന്നത്. ഒരാൾ വിചാരിക്കുക, സുബഹ് നിസ്കാരത്തിൻ്റെ ബാങ്ക് മതിയല്ലോ, എന്തിനാണ് 5 സമയങ്ങളിൽ ബാങ്ക് വിളി നടത്തപ്പെടുന്നത്? ഓരോ സമയത്തുമുള്ള ബാങ്കിലെ വാക്കുകൾ ഒന്ന് തന്നെയാണ്. സുബഹിൽ മാത്രമാണ് ചെറിയൊരു വ്യത്യാസം. അല്ലെങ്കിൽ ഉച്ച സമയത്തുള്ള ബാങ്ക് മതിയല്ലോ, എന്തിനാണ് ബാക്കി സമയങ്ങളിൽ ബാങ്ക്? ആ ചോദ്യം അസ്ഥാനത്താണ് എന്ന് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയവർക്കറിയാം. എന്തുകൊണ്ട്? ബാങ്കിൻ്റെ ലക്ഷ്യം നിസ്കരിക്കാനുള്ള സമയം എത്തി എന്ന അറിയിപ്പാണ്. ആ അറിയിപ്പ് കേൾക്കാതിരുന്നാൽ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ബാങ്ക് കേട്ടില്ലല്ലോ, ബാങ്ക് വിളി നടന്നോ, അതോ മറന്നുപോയോ? ഈ നിലക്കുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. 5 നേര നിസ്കാരങ്ങളുടെ സമയം അറിയിക്കലാണ്. നമുക്ക് എത്ര മടുപ്പുണ്ടായിട്ടും വെറുപ്പുണ്ടായിട്ടും കാര്യമില്ല. അത് ഇസ്ലാമിൻ്റെ കൃത്യമായ നിയമമാണ്. ഒരാൾ വിചാരിക്കുക, എൻ്റെ പിന്നാലെ നടന്ന് നിസ്കരിച്ചോ എന്ന് എന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്നത്? ഞാൻ എന്തായാലും നിസ്കരിക്കുമല്ലോ. എന്തിനാണ് ആ ചോദ്യം? ഏതെങ്കിലും നിലക്ക് അയാളെ അശ്രദ്ധ ബാധിച്ചിട്ടുണ്ടോ? മറവി അയാളെ ബാധിച്ചിട്ടുണ്ടോ? അതില്ലാതിരിക്കാൻ വേണ്ടിയാണ്. സ്വാഭാവികമായും സംഭവിക്കാൻ ഇടയുള്ള ഒരു കാര്യമാണ്. ജോലി തിരക്കിൽപ്പെട്ട് കൂട്ടുകാരോടൊത്ത് സംസാരിച്ച് അല്ലെങ്കിൽ മറ്റു വല്ല കാര്യങ്ങളിലും മുഴുകി ഒരു നേരത്തെ നിസ്കാരത്തെ മറന്നു പോകുന്ന എത്ര ആളുകളുണ്ട്? ഉറക്കിൽപ്പെട്ട് മറന്നു പോകുന്ന എത്ര ആളുകളുണ്ട്? അപ്പോൾ ഒന്നുകിൽ ഭാര്യ, അല്ലെങ്കിൽ ഉപ്പ, അല്ലെങ്കിൽ ഉമ്മ, അല്ലെങ്കിൽ മക്കൾ, അവരാരെങ്കിലും നിസ്കരിച്ചോ എന്ന നിലക്കൊരു ചോദ്യം നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. ലക്ഷ്യമെന്താണ്? അശ്രദ്ധയിൽ നിന്ന്, മറവിയിൽ നിന്ന് നമ്മെ ഉണർത്തുക, മാറ്റുക എന്നതാണ്. ഏത് വിഷയത്തിലും ഇതുള്ള പോലെ പുണ്യങ്ങൾ ഒരുപാട് നമുക്ക് ചെയ്തു കൂട്ടാനുള്ള അവസരമായി അള്ളാഹു ഒരുക്കിയ റമദാനുമായി ബന്ധപ്പെട്ടും ഈ നിലക്കുള്ള തട്ടി ഉണർത്തൽ അനിവാര്യമാണ്. നമ്മുടെ മനസ്സിൽ റമദാനുണ്ട്. ഓരോ മാസം
വിട പറഞ്ഞു പോകുമ്പോഴും റമദാൻ അടുത്തല്ലോ, റമദാൻ എത്തിയല്ലോ എന്ന നിലക്കുള്ള സംസാരങ്ങൾ നമുക്കിടയിൽ നടക്കാറുണ്ട്. ഒരു മാസം മുമ്പ് തന്നെ റമദാനെ സ്വീകരിക്കാനുള്ള ഭൗതികമായ ഒരുക്കങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ലയിച്ചു കഴിഞ്ഞു. വീടിൻ്റെ അകവും പുറവും എല്ലാം വൃത്തിയാക്കുന്നു, അടുക്കളയിലേക്ക് വേണ്ട കാര്യങ്ങൾ സജ്ജീകരിക്കുന്നു, കച്ചവട സ്ഥലങ്ങൾ അടുക്കും ചിട്ടയുമുള്ളതാക്കി വെക്കുന്നു. റമദാനിനോടനുബന്ധിച്ച് കുറെ അധികം സാധനങ്ങൾ കടയിലേക്ക് ഇറക്കി വെക്കുന്നു. പല നിലക്കുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ മാസത്തെക്കുറിച്ചുള്ള ബോധം നമുക്കുണ്ട്. പിന്നെ എന്താണ് പ്രശ്നം? എല്ലാ മാസങ്ങളെയും പോലെ, എല്ലാ ആഴ്ചകളെയും പോലെ, എല്ലാ മണിക്കൂറുകളെയും പോലെ, എല്ലാ ദിവസങ്ങളെയും പോലെ, എല്ലാ പകലുകളെയും രാത്രികളെയും പോലെ നാം കാണേണ്ടതും സ്വീകരിക്കേണ്ടതുമായ ഒന്നല്ല ഷഹ്റു റമദാൻ. ആ നിലക്കാരും ആ മാസത്തിന് മനസ്സിൽ സ്ഥാനം കൊടുക്കരുത്. അതുപോലെ തന്നെ റമദാനിന് മാത്രമായി വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അത് മറ്റു മാസങ്ങൾക്കില്ല. ആ റമദാൻ എന്ന വാക്കിൽ തന്നെ ആ മാസത്തിൻ്റെ ശ്രേഷ്ഠത നിറഞ്ഞു നിൽക്കുന്നുണ്ട്. റമദാൻ എന്ന വാക്കിൻ്റെ അർത്ഥം പല രൂപത്തിലും പണ്ഡിതന്മാർ ചർച്ചയിൽ കൊണ്ടുവന്നു. അതിലേറ്റവും പ്രബലമായ സ്വീകാര്യമായ അർത്ഥം എന്നത് കരിച്ചു കളയുന്ന, നശിപ്പിച്ചു കളയുന്ന എന്ന അർത്ഥമാണ്. കരിച്ചു കളയുക എന്നാണ്. ഒരു കാര്യം നമ്മൾ എന്തിനാണ് കരിച്ചു കളയുക? എപ്പോഴാണ് നമ്മൾ കരിച്ചു കളയുക, കത്തിച്ചു കളയുക? നമുക്കാവശ്യമില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിലോ എനിക്കത് ദോഷകരമാണ് എന്ന് നമുക്കറിയാം. ഈ രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, എനിക്ക് വേണ്ടാത്തതാണ്. രണ്ട്, ദോഷകരമാണ്. നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ പല മാലിന്യങ്ങളും നമ്മൾ തന്നെ അവിടെ കൊണ്ടുപോയി ഇടാറുണ്ട്. ആവശ്യമില്ലാത്ത വസ്തുക്കളാണ്. അത് കൂടുതലായാലോ നമുക്ക് ദോഷകരവുമാണ്. അതുകൊണ്ട് ഒരു സമയമെത്തിയാൽ അതെല്ലാം കൂട്ടിയിട്ട് കത്തിച്ച് ചാരമാക്കി നമ്മൾ കളയും. അതിൽ നിന്ന് ആവശ്യമുള്ളതോ ഉപകാരമുള്ളതോ ഒക്കെ മാറ്റിവെച്ച് എല്ലാം കത്തിച്ച് കളയും. ലക്ഷ്യമെന്താണ്? അതിലൂടെ അണുക്കളുണ്ടായി എൻ്റെ ശരീരത്തെ, ഞാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളെ അത് ബാധിച്ച് രോഗിയാക്കി മാറ്റപ്പെടുന്ന ഒരവസ്ഥ എനിക്കുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് എല്ലാം കത്തിച്ചു കളയണം. അപ്പോൾ കരിച്ചു കളയുക എന്ന അർത്ഥമാണ് റമദാൻ എന്ന വാക്കിനുള്ളത്. മാലിന്യങ്ങളെ കരിച്ചു കളഞ്ഞ് ചാരമാക്കി നമ്മൾ ഒഴിവാക്കാറുണ്ട്. അതുകൊണ്ട് ദോഷകരമായ, പ്രയാസകരമായ അവസ്ഥകൾ നമുക്കില്ലാതിരിക്കാൻ വേണ്ടിയാണ്. അതുപോലെ ശരീരത്തിൽ നമ്മെ ബാധിക്കുന്ന അസുഖങ്ങളിൽ കരിച്ച് ഭേദമാക്കേണ്ട അസുഖങ്ങളുണ്ടാകും. ആ രൂപത്തിൽ തന്നെയാണ് അതിൻ്റെ ചികിത്സയും കാര്യങ്ങളുമൊക്കെ നടക്കാറുള്ളത്. ഇതുപോലെ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങളിൽ, മാലിന്യങ്ങളിൽ പെട്ടതാണ് വാക്കിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന തോന്നലുകൾ കാരണമായൊക്കെ സംഭവിക്കുന്ന ചെറുതും വലുതുമായ പാപങ്ങൾ, തിന്മകൾ എന്നത്. ആ തിന്മകൾ എത്ര അളവുണ്ട് നമുക്കറിയില്ല.
എത്ര ശതമാനമുണ്ട് നമ്മുടത്ത് അതിൻ്റെ വിവരമില്ല. നമ്മുടെ ശരീരത്തിൽ പനിയുടെ അളവ് എത്രയാണ് അത് കണ്ടെത്താനുള്ള ആധുനിക സൗകര്യങ്ങളുണ്ട്. അതുപോലെ നമുക്ക് എവിടെയാണ് വേദന, ആ വേദന എത്രയുണ്ട്, പൊട്ടിയത് കാരണമാണോ ചതവ് കാരണമാണോ, ഇതെല്ലാം കണ്ടെത്താനുള്ള സംവിധാനങ്ങളുണ്ട്. മനസ്സിനെ ബാധിക്കുന്ന തിന്മകൾ എന്ന രോഗം എത്രയുണ്ട് എന്ന് കണ്ടെത്താൻ നമ്മുടെ കയ്യിൽ എന്നല്ല, ലോകത്ത് എവിടെയും ആ നിലക്കൊരു യന്ത്രം ഇല്ല. അതൊരു യാഥാർത്ഥ്യമാണ്. നമുക്ക് തന്നെയും നമ്മുടെ ജീവിതത്തിൽ എത്രയാണ് തെറ്റുകൾ സംഭവിച്ചത് അതിൻ്റെ കണക്കറിയില്ല. കഴിഞ്ഞ റമദാൻ അവസാനിച്ചത് മുതൽ ഈ റമദാൻ വരുന്നത് വരെ എത്ര തെറ്റുകൾ നമ്മിലുണ്ടായി എന്ന കണക്ക് കൃത്യമായി ആർക്കാണ് ഹാജരാക്കാൻ സാധിക്കുക? ഒരാൾക്കും കഴിയൂല. വലിയ തെറ്റുകൾ, ചെറിയ തെറ്റുകൾ, തെറ്റാകാൻ സാധ്യതയുള്ളത്, ശരിയാകാൻ സാധ്യതയുള്ളത്, വാക്കിലൂടെ വന്നത്, പ്രവൃത്തിയിലൂടെ വന്നത്, ഈ നിലക്കൊരു പട്ടിക നമ്മൾ ആരെങ്കിലും തയ്യാറാക്കിയിട്ടുണ്ടോ? ഇല്ല. ഇന്നത്തെ ഒരു പകലിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ അബദ്ധങ്ങൾ ആർക്കാ ഓർമ്മയിലുള്ളത്? ഉണ്ടാകാൻ സാധ്യതയില്ല. എന്തുകൊണ്ട്? എൻ്റെ അടുക്കൽ ഉണ്ടായത് അബദ്ധമാണ് എന്ന് അംഗീകരിക്കൂല നമ്മൾ. അതൊരു പ്രശ്നമാണ്. ഞാൻ ആ പറഞ്ഞ കാര്യം തെറ്റാകെ, ഞാൻ ചെയ്ത കാര്യം തെറ്റാകെ, എനിക്ക് തോന്നിയിട്ടില്ല, ഞാൻ അങ്ങനെ വിചാരിച്ചത് തെറ്റാണ്. നമുക്ക് അനുകൂലമായിട്ടാണ് നമ്മൾ മാർക്കിടുക, നമ്മുടെ പക്ഷത്താണ് നാം എല്ലാവരും നിൽക്കുക. അതുകൊണ്ട് ഇത്രയാണ് തെറ്റുകൾ, ഇത്രയാണ് അബദ്ധങ്ങൾ എന്ന ഒരു കണക്ക് നമ്മുടെ കൈകളിൽ ഇല്ല. ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമായി നമുക്കൊരുക്കിയിട്ടുള്ള മഗ്ഫിറത്തിനെയും തൗബയെയുമൊക്കെ ഏറ്റവും കൂടുതലായി നാം ശ്രദ്ധിക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതും. അസ്തഗ്ഫിറുല്ലാ എന്ന ദിക്ർ എത്ര ചെറിയ ദിക്റാ! അല്ലാഹുമ്മ ഗഫിർലി എന്ന പ്രാർത്ഥന എത്ര ചെറിയ പ്രാർത്ഥനയാണ്! റബ്ബി ഗഫിർലി എന്ന പ്രാർത്ഥന എത്ര ചെറിയ പ്രാർത്ഥനയാണ്! എന്താണ് ഈ പ്രാർത്ഥനകൾ കൊണ്ട് ലക്ഷ്യമാക്കുന്നത്? നമ്മിലുണ്ടായ ദോഷങ്ങളെ പൊറുത്തു തരണേ എന്നതാണ്. അസ്തഗ്ഫിറുല്ലാ, അല്ലാഹുവേ ഞാൻ നിന്നോട് ഇസ്തിഗ്ഫാർ തേടുന്നു. അതൊരു മരുന്നാണ്, മനസ്സിനെ മാറ്റിയെടുക്കാനുള്ള മരുന്നാണ്. മനസ്സിൻ്റെ രോഗത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള, കഴുകിക്കളയാനുള്ള ഒരു മാർഗമാണ് ഇസ്തിഗ്ഫാറും തൗബയുമൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര സ്നേഹത്തോടെയാണ് ഖുൽ പ്രവാചകരെ പറയുക, അറിയിച്ചു കൊടുക്കുക, യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളോട്, സ്വന്തത്തോട് അന്യായം ചെയ്തു പോയ ആളുകൾ, അവരോട് പ്രവാചകരെ നിങ്ങൾ പറയുക, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിൻ്റെ കാരുണ്യമോർത്ത് നിങ്ങൾ നിരാശപ്പെടണ്ട. ഞാൻ പാപിയാണ്, എൻ്റെ പാപങ്ങൾ പുറത്തു കിട്ടുമോ? ഞാൻ ഒരുപാട് ദോഷങ്ങൾ സംഭവിച്ചു പോയ ഒരാളാണ്, എന്നെ അല്ലാഹു പരിഗണിക്കുമോ? ആ നിലക്കൊരു പേടി വേണ്ടതില്ല, നിരാശ വേണ്ടതില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു സർവ്വ പാപങ്ങളും പൊറുക്കുന്നവനാണ്. എന്തേ വേണ്ടതുള്ളൂ? പൊറുക്കലിനെ തേടി നാം മുന്നിടണം എന്നതാണ് പ്രധാനം. നമ്മൾ ഒരുങ്ങിയിരിക്കണം, നമുക്കതിന് സമയമുണ്ടാകണം, സമയത്തെ സൗകര്യപ്പെടുത്തണം. എത്രത്തോളം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരടിമയുടെ തൗബ സ്വീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പകലിൽ കാത്തിരിക്കുകയാണ്. രാത്രി കാലങ്ങളിൽ തൗബ ചെയ്യാൻ തടസ്സങ്ങളുണ്ടായ, കാരണങ്ങളുണ്ടായ അടിമകളുടെ തൗബ സ്വീകരിക്കാൻ അല്ലാഹു തയ്യാറായി കാത്തിരിക്കുന്നു.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. രാത്രി സമയത്ത് തൗബ ചെയ്യുന്നവരുടെ തൗബ സ്വീകരിക്കാൻ അള്ളാഹു രാത്രിയിലും കാത്തിരിക്കുന്നു. പകൽ സമയം കിട്ടാതെ ജോലി തിരക്ക് കാരണം, അല്ലെങ്കിൽ ഒരു ഏകാഗ്രത കിട്ടുന്നില്ല, സ്വസ്ഥമായി പറയാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് എല്ലാവരും ഉറങ്ങിയിട്ട് ബഹളമില്ലാത്ത തിരക്കില്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ എൻ്റെ റബ്ബിനോട് എൻ്റെ പാപങ്ങൾ ഏറ്റുപറയണം. ആ മാനസികാവസ്ഥയിലുള്ളവരെ കേൾക്കാനും സ്വീകരിക്കാനും അള്ളാഹു സന്നദ്ധനാണ്, അള്ളാഹു തയ്യാറാണ്. ഇത്രത്തോളം അവസരം പാപങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാൻ അള്ളാഹു നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഒരു പാപം ചെയ്ത് അടുത്ത പാപത്തിലേക്ക് പാറിപ്പോകണമെന്നല്ല, ഒരു തെറ്റു ചെയ്ത് അടുത്ത തെറ്റിലേക്ക് ചാടണം എന്നല്ല. ഒരു കുഴിയിൽ, ഒരു കിടങ്ങിൽ ഒരിക്കലേ നമുക്ക് വീഴാൻ പറ്റൂ. ഒരു തവണ വീണാൽ മനസ്സിലാക്കണം, ഇനിയുള്ള യാത്രയിൽ ശ്രദ്ധ വേണം. ഇതിനേക്കാൾ വലിയ കുഴികളുണ്ട്, ഇതിനേക്കാൾ വലിയ കിടങ്ങുകളുണ്ട്. അതിലെല്ലാം വീണ് ഒരുപാട് അപകടങ്ങൾ പറ്റും എന്ന പേടി നമുക്ക് വേണം. ഒരു ഗ്ലാസ് പോലെയാണ് നമ്മുടെ ജീവിതം. ആ ഗ്ലാസിൽ എന്ത് തട്ടിയാൽ, ഒരു ചെറിയ കല്ല് തട്ടിയാലും, അതേപോലെ തന്നെ അതിനെ പൊടി ബാധിച്ചാലും, അത് വേറെ എവിടെയെങ്കിലും തട്ടിയാലും, അത് കയ്യിൽ നിന്ന് വീണാലും പരിക്ക് ഗ്ലാസിനാണ്. ചെറിയ കുത്തുകളായി, അതുപോലെ തന്നെ ചെറിയ വിള്ളലുകളുണ്ടായി, ആ ഗ്ലാസ് മുഴുവനായും പൊട്ടി കഷ്ണങ്ങളായി. ആ നിലക്കാണ് നമ്മുടെ ജീവിതം. മനസ്സങ്ങനെയാണ്. എന്ത് തട്ടിയാലും ആ മനസ്സിനാണ് പരിക്ക്. എന്ത് പറഞ്ഞാലും, എന്ത് പ്രവർത്തിച്ചാലും, എന്ത് വിചാരിച്ചാലും, നല്ലതാകട്ടെ ചീത്തയാകട്ടെ, മനസ്സിനെയാണ് അത് ഏൽക്കുക എന്ന പേടി വിശ്വാസികളായ നമുക്കുണ്ടായേ മതിയാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഇസ്ലാമിൽ ഓരോ കാര്യങ്ങളെയും ക്രമത്തിലാണ്, ഒരു അടുക്കും ചിട്ടയുമുള്ള രൂപത്തിലാണ് സംവിധാനിച്ചിട്ടുള്ളത്. അവിടെയും ഇവിടെയും പരത്തിയിട്ട് ചിതറിയിട്ട് നമ്മളിങ്ങനെ തപ്പിത്തെരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. എന്തൊക്കെയാണ് നന്മകൾ, അതൊരു ഭാഗത്ത് ഭദ്രമാണ്. ഏതൊക്കെയാണ് തിന്മകൾ, അതാർക്കും തിരിയുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധങ്ങൾ എന്ന ഗണത്തിൽ പെടുത്തിയിട്ടുണ്ട്. നന്മകളോ അനുവദിക്കപ്പെട്ടവ എന്ന ഗണത്തിൽ പെടുത്തിയിട്ടുണ്ട്. ആ തിന്മകളെ അല്ലാഹു ആരും കാണാത്ത വിധം മറച്ചു വെച്ചിട്ടുണ്ട്. ആ മറ നമ്മൾ നീക്കേണ്ടതില്ല. ആ മറ നീക്കി അതിൻ്റെ വാതിൽ തുറന്ന് അകത്ത് കടക്കാൻ വ്യാമോഹിക്കേണ്ടതില്ല. അകത്ത് കടന്നാൽ ഇരുട്ട് മാത്രമാണ്. ആ ഇരുട്ടിലൂടെ മുന്നോട്ട് പോയാലോ അവിടെയും ഇവിടെയും തട്ടി ആ നിഷിദ്ധങ്ങൾ നമ്മെ ബാധിക്കും. നന്മകളോ വെളിച്ചം നിറഞ്ഞ ഒരു മാർഗത്തിലാണ്, കത്തിജ്വലിക്കുന്ന പ്രകാശപൂരിതമായ ഒരു മാർഗത്തിലാണ് ആ നന്മകൾ ഉള്ളത്. അതാണ് സിറാത്തുൽ മുസ്തഖീം. ആ നന്മയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിൻ്റെ സൂക്ഷ്മതയെ നന്നായി ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കും. ഏതൊരു കാര്യവും നോക്കൂ നിങ്ങൾ, തഖ്വ എന്ന 3 അക്ഷരമാണ് പകരമായി, സമ്മാനമായി നമുക്ക് നൽകുന്നത്. ഒരാളോട് സലാം പറഞ്ഞാൽ, ഒരാളോട് പുഞ്ചിരിച്ചാൽ സ്വതക്കയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നമ്മുടെ പോക്കറ്റിൽ നിന്ന്, കീശയിൽ നിന്ന്, ബാഗിൽ നിന്ന് ചെറിയ ഒരു തുക, വലിയ ഒരു തുക ആവശ്യക്കാർക്ക് നമ്മൾ നൽകുന്നത് സ്വതക്കയാണ്. ആ പദമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയുന്ന അറിയാത്ത ഒരാളോട് ആത്മാർത്ഥമായി പുഞ്ചിരിച്ചാൽ സ്വതക്കയുടെ കൂലിയാണ്. തഖ്വ അതിലൂടെ വളരുകയാണ്. സലാം വ്യാപിപ്പിച്ചു, കണ്ടവരോടെല്ലാം സലാം പറഞ്ഞു, അറിയുന്നവരോടും അറിയാത്തവരോടും സലാം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്കിടയിലുള്ള സ്നേഹം വളരും. അതുകൊണ്ട് സലാമിനെ പരത്തുക, അത് നിങ്ങളെ മനസ്സിനെ വിശുദ്ധമാക്കും എന്നാണ്. ഇമാതത്തുൽ അദാ അനിത് ത്വരീഖി സദഖ, വഴിയിൽ നിന്ന് ഒരു കല്ല് മാറ്റുക, ഉണങ്ങിയ കമ്പ് മാറ്റുക, അതുപോലെ ചില്ല് മാറ്റുക, മുള്ള് മാറ്റുക, മാലിന്യം മാറ്റുക, അതെല്ലാം സ്വതക്കയുടെ കൂലിയാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തൻ്റെ ഇണയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് സ്വതക്കയുടെ കൂലിയാണ് നൽകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ഭുതകരമാണ്. അള്ളാഹുവിൻ്റെ ദീൻ എന്ന ലോകം, അറ്റം കാണാത്ത ലോകം, സമുദ്രത്തേക്കാൾ അപ്പുറം പരന്നു കിടക്കുന്ന, എത്ര തുള്ളി വെള്ളം സമുദ്രത്തിൽ ഉണ്ടെന്ന് കണ്ടെത്താൻ നമുക്ക് കഴിയില്ല. അതിൻ്റെ എല്ലാം അപ്പുറമാണ് അള്ളാഹുവിൻ്റെ ദീനിൽ അള്ളാഹ് ഒരുക്കിയിട്ടുള്ള നിയമങ്ങൾ. ആ നിയമങ്ങളെല്ലാം നമ്മുടെ തഖ്വക്ക് വേണ്ടിയാണ്. നിസ്കാരം അതിനാണ്, സുന്നത്ത് നിസ്കാരങ്ങൾ അതിനാണ്, ബന്ധം ചേർക്കൽ അതിനാണ്, പ്രബോധന പ്രവർത്തനങ്ങൾ അതിനു വേണ്ടിയാണ്, ഈമാനികമായ സൗഹൃദം അതിനു വേണ്ടിയാണ്, നമ്മുടെ ബാധ്യതകൾ നിർവഹിക്കൽ അതിനു വേണ്ടിയാണ്, എല്ലാം അതിനു വേണ്ടിയാണ്. ആ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കുത്തിബ അലൈക്കുമുസ്സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. പകല് മുഴുവൻ ഇങ്ങനെ പട്ടിണി കടന്ന് വെള്ളം കുടിക്കാതെ ദാഹിച്ചു വലഞ്ഞ് വിശന്നു വലഞ്ഞ്, അല്ലേ, ആകെ വിയർത്തൊലിച്ച് ഒരുപാട് ക്ഷീണം സഹിച്ച് തടിയെല്ലാം ക്ഷയിച്ചു പോയി മെലിഞ്ഞൊട്ടിയ ഒരാളായി മാറ്റപ്പെടുക എന്നതാണോ ലക്ഷ്യം? അല്ല, ഒരിക്കലുമല്ല. എന്തിനാ നിർബന്ധമാക്കപ്പെട്ടത്? ലഅല്ലക്കും തത്തഖൂൻ, നല്ലവരായി ജീവിക്കാൻ, സൂക്ഷ്മതയുള്ളവരായി ജീവിക്കാൻ. ഏത് അന്തരീക്ഷത്തിലും, ചൂടാകട്ടെ തണുപ്പാകട്ടെ, രണ്ടും കൂടിയ അവസ്ഥയാകട്ടെ, ദൈർഘ്യമുള്ള സമയമാകട്ടെ, ചിലപ്പോൾ പകല് മണിക്കൂറുകൾ നീളും, രാത്രി കുറയും, രാത്രി കൂടുതലാകും, പകല് കുറയും. ഏതവസ്ഥയിലായിരുന്നാലും കാലത്തെ കുറ്റം പറയാതെ, സമയത്തെ പഴിക്കാതെ അള്ളാഹു തന്ന റഹ്മത്തിനെ ഉപയോഗപ്പെടുത്തുക. അതെന്തിനു വേണ്ടിയാണ്? തഖ്വ വർദ്ധിപ്പിക്കാനാണ്. കഴിഞ്ഞ റമദാൻ വിട പറഞ്ഞു പോയപ്പോൾ നമ്മിൽ അധികം ആളുകളും കൂടുതലായി പറഞ്ഞ ചില കാര്യങ്ങളുണ്ടാകും. ഈ റമദാൻ കഴിഞ്ഞു, ഇനി അടുത്തത് കിട്ടോ ഇല്ലേന്ന് അറിയില്ല. കിട്ടുകയാണെങ്കിൽ ഇപ്രാവശ്യം എന്തായാലും ഒരു ജുസ് തീർക്കാൻ നോക്കിയിട്ട് കഴിഞ്ഞില്ല, കുറച്ച് ബാക്കിയുണ്ട്. അടുത്ത നോമ്പിൽ ഒരു ജുസ് തീർക്കന്നെ ചെയ്യും, എന്തായാലും വേണ്ടിയില്ല. ഭയങ്കര വാഗ്ദാനം മുഴക്കിയിട്ടാണ് നമ്മളൊക്കെ റമദാൻ കഴിഞ്ഞ് ശൗവാലിലേക്ക് കയറിയത്. അതേപോലെ ഇപ്രാവശ്യം അത്ര കൊടുക്കാൻ കഴിഞ്ഞില്ല, കയ്യിൽ വല്ലാതെ ഉണ്ടായിരുന്നില്ല. ആവശ്യങ്ങളുമായി വന്നപ്പോൾ അതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ എനിക്ക് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അടുത്ത റമദാനിന് അത്യാവശ്യം കൊടുക്കണം, ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടാകും. പല നിലക്കുള്ള മോഹങ്ങളും ആ റമദാൻ കഴിഞ്ഞിറങ്ങിയപ്പോൾ വാഗ്ദാനമായി അന്തരീക്ഷത്തിലേക്ക് പരന്നിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ടാകണം. അതൊന്നും വായുവിൽ കലർന്ന് ലയിച്ച് ഇല്ലാതെയാകാൻ പാടില്ല. അത്രയും ആണയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്, ശപഥം ചെയ്ത് പറഞ്ഞ കാര്യങ്ങളാണ്. ഒരു ഇൻഷാ അല്ലാഹ് പോലും ചിലപ്പോ നമ്മുടെ നാവിൻ തുമ്പത്തോ മനസ്സിലോ വന്നിട്ടുണ്ടാവൂല. വിശ്വാസി അത് പറയാതെ ഒരു കാര്യം പറയാനേ പാടില്ല. എന്തൊന്ന് പറയുകയാണെങ്കിലും ഇൻഷാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്ന് വിശ്വാസി പറയണം. അതൊരു മറയാണ് നമുക്ക്. അള്ളാഹുവിൻ്റെ ഉദ്ദേശമുണ്ടെങ്കിലേ നടക്കൂ. അപ്പൊ കാരണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പറയാ, ഞാൻ ഇൻഷാ അല്ലാഹ് പറഞ്ഞല്ലോ, പിന്നെന്താ പ്രശ്നം? എൻ്റെ റബ്ബ് കണക്കാക്കിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ സാധിക്കില്ല എന്ന് പറയാം. റമദാൻ എത്തുമ്പോഴേക്ക് എങ്ങനെ ഖുർആൻ ഓതണം, സ്വതക്കയുടെ കാര്യം എങ്ങനെ ശ്രദ്ധിക്കണം, ജമാഅത്തിന്റെ കാര്യം എങ്ങനെ ക്രമീകരിക്കണം, സുന്നത്തുകൾ വിടാതെ എടുക്കണം, പരമാവധി ദിക്റുകളിലും പ്രാർത്ഥനകളിലും മുഴുകണം. ആ നിലക്കുള്ള ചിട്ടയായ ഒരു ക്രമീകരണം നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. ഏതുപോലെ നമ്മുടെ വീട്ടിലേക്ക് പണിക്കാർ, ജോലിക്കാർ നിത്യേന വരുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അവർ എത്തുമ്പോഴേക്ക് പണിയായുധങ്ങളും പണിസ്ഥലവും നമ്മുടെ വീടിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ ക്രമീകരിക്കാറുണ്ട്. ഇനി അവർ വന്നിട്ട് പണിയായുധം തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. എവിടെയാണ് ഇന്നലെ പണി അവസാനിപ്പിച്ചത്,
അവിടെയൊക്കെ നനക്കാണ്ടോ നനച്ച് റെഡിയാക്കി എല്ലാം ഒന്ന് ക്രമീകരിക്കും. ഇന്നലെ അവർ ഏൽപ്പിച്ചതായ വല്ല സാധനങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ വാങ്ങി അവിടെ റെഡിയാക്കി വെക്കും. എന്തിനാണ്? അവരെ സമയം നഷ്ടപ്പെടാൻ പാടില്ല. ഇന്ന് പണിയെടുക്കാതെ അവർ തിരിച്ചു പോകാൻ പാടില്ല. ഒരു മുന്നൊരുക്കം നമുക്കുണ്ടാകും. നാളെ റമദാനിൽ കടന്നിട്ടല്ല, അതിൻ്റെ മുമ്പ് തന്നെ റമദാനിലേക്കുള്ള ഒരു സമയക്രമീകരണം നമ്മുടെ വീടിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കണം. ഭർത്താവും ഭാര്യയും ധാരണയിലാകണം. അത് മക്കളുമായി പങ്കുവെക്കണം. ഇന്ന സമയത്താണ് ഖുർആൻ ഓതേണ്ടത്, അത് കൂടുതലായി ഇന്ന സമയത്താണ്. അതുപോലെ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകേണ്ട രീതി ഇങ്ങനെയാണ്. എല്ലാ കാര്യങ്ങളും പറ്റുമെങ്കിൽ ഓരോ ദിവസവും പാകമായ നിലക്കുള്ള ഭക്ഷണത്തിൻ്റെ ക്രമീകരണം വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അല്പം കഴിച്ച് ബാക്കിയെല്ലാം പുറത്തേക്കെറിഞ്ഞ് ദൂർത്ത് കാണിക്കുന്ന അതിനുള്ള ഒരു മാസമാക്കി അവസരമാക്കി റമദാനെ എടുക്കാൻ പാടില്ല. അതെല്ലാം വലിയ അബദ്ധങ്ങളാണ്, വലിയ വീഴ്ചകളാണ്. തഖ്വ നേടുക എന്നതിനെ മറന്ന് റമദാന് രാവും പകലുണ്ടാകാൻ പറ്റൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വാമ റമദാൻ, ഒരാൾ റമദാനിൽ നോമ്പെടുക്കുന്നു. എങ്ങനെ? എല്ലാവരും എടുക്കുന്നു, അതുകൊണ്ട് എടുക്കുന്നു. വീട്ടിലുള്ള ആളുകൾ എന്ത് വിചാരിക്കും, നാട്ടിലുള്ളവർ എന്ത് ധരിക്കും, ആ മനസ്സല്ല. എൻ്റെ റബ്ബ് എൻ്റെ മേൽ നിർബന്ധമാക്കിയതാണ്. മൻ സ്വാമ റമദാൻ ഈമാനൻ, അതാണ് വിശ്വാസത്തോടെ എൻ്റെ റബ്ബ് നിയമമാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരധ്യാപകനെ പോലെ, ഒരു വഴികാട്ടിയെ പോലെ എങ്ങനെ നോമ്പെടുക്കണം അത് ചിട്ടയിൽ വൃത്തിയിൽ പഠിപ്പിച്ചു. ഈ വിശ്വാസത്തോടെ നോമ്പെടുക്കണം. അതുകൊണ്ട് തീർന്നില്ല, വഹ്തിസാബൻ, പ്രതിഫലം കൊതിക്കണം. ഉമ്മയിൽ നിന്നല്ല, ഉപ്പയിൽ നിന്നല്ല, പള്ളി ഭാരവാഹികളോ കൂട്ടുകുടുംബങ്ങളോ അല്ല, മറിച്ച് എൻ്റെ റബ്ബാണ് എനിക്കിതിനുള്ള കൂലി തരുക, ഞാൻ പോലുമല്ല. നമ്മൾ പണിയെടുത്തതിന് കൂലി ചോദിച്ചു വാങ്ങുന്ന, തികച്ചു വാങ്ങുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ ദുന്യാവിൽ. അങ്ങനെയാ. മറിച്ച് നാം നിർവഹിച്ചിടത്ത് എത്രയാണോ ഭക്തിയുള്ളത്, എത്രയാണോ ആത്മാർത്ഥതയുള്ളത്, അതിനനുസരിച്ചാണ് അള്ളാഹു കൂലി തരിക. 10% അത്ര, 20 അത്ര, 50 അത്ര, 90 അത്ര, 99 അത്ര. നമുക്ക് ഭക്തിയില്ലാത്ത ഒന്നിന് അള്ളാഹു കൂലി തരൂല. അതാ രീതി. എവിടെയാണോ ഭക്തി മുറിഞ്ഞത് അവിടെ എല്ലാം മുറിഞ്ഞു. നിയ്യത്ത് മുറിഞ്ഞാൽ ശേഷമുള്ളത് മുറിയ. അതാണ് നിയ്യത്തിന്റെ വില എന്ന് പറഞ്ഞാൽ. കൂലി അള്ളാഹുവിൽ നിന്ന് കൊതിക്കുക. അങ്ങനെ നോമ്പെടുത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ തെറ്റുകൾ അള്ളാഹ് പൊറുത്തു കൊടുക്കും എന്നാണ്. തെറ്റുകൾക്കുള്ള ഒരു പരിഹാരം, അതാണ് യഥാർത്ഥത്തിൽ റമദാൻ കൊണ്ട് ഇസ്ലാം ലക്ഷ്യമാക്കിയിട്ടുള്ളത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അസ്സൗമു ലീ, നോമ്പ് എനിക്കുള്ളതാണ്. എന്തേ അങ്ങനെ പറഞ്ഞത്? നിസ്കാരം എനിക്കുള്ളതാണ്, സക്കാത്ത് എനിക്കുള്ളതാണ്, അങ്ങനെയൊന്നും കാണുന്നില്ല. നോമ്പിന്റെ വിഷയത്തിൽ അസ്സൗമു ലീ, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണതിന് കൂലി കൊടുക്കുക. അതിൻ്റെ അർത്ഥം ബാക്കിയുള്ളതിൻ്റെ കൂലി വേറെ എവിടെയെങ്കിലും വരിന്നുകൊണ്ട് വാങ്ങണമെന്നാണോ? അല്ല, അതിനും കൂലി നൽകുന്നവൻ അള്ളയാണ്. എന്താ നോമ്പിനെ പ്രത്യേകം ഒന്ന് പറഞ്ഞത്? നമുക്കിടയിൽ ആർക്കാണ് പൂർണ്ണമായ ശരിയായ നോമ്പുള്ളത്? ഒരാൾക്കും പറയാൻ കഴിയൂല. ഒരാൾക്കും, നോമ്പ് എടുത്ത ആൾക്ക് പോലും പറയാൻ കഴിയൂല എൻ്റെ നോമ്പ് പൂർത്തിയായി, ഇന്നത്തെ നോമ്പ് പൂർണ്ണമായും കിട്ടിയെന്ന് നോമ്പെടുത്തവന് പറയാൻ കഴിയൂല. പിന്നല്ലേ ഉമ്മാക്ക്, പിന്നെയല്ലേ ഉപ്പാക്ക്, പിന്നെയല്ലേ ഭാര്യക്ക്, പിന്നെയല്ലേ ഭർത്താവിന്. ഏത് ഭാര്യക്കാണ് ഭർത്താവിന് നോമ്പുണ്ട് എന്ന് ഉള്ളു നോക്കി പറയാൻ സാധിക്കുക?
ഏത് ഭർത്താവിനാണ് ഭാര്യയ്ക്ക് നോമ്പുണ്ട് എന്ന് പറയാൻ സാധിക്കുക? മാതാപിതാക്കളെ നോക്കി മക്കൾക്കോ, മക്കളെ നോക്കി മാതാപിതാക്കൾക്കോ ഉറപ്പിക്കാൻ കഴിയോ? ഉള്ളു നോക്കി ഉറപ്പിക്കാൻ ഒരിക്കലും സാധിക്കൂല, ഒരിക്കലും സാധിക്കൂല. അതറിയുന്നവൻ അല്ലാഹ് മാത്രമാണ്. ഒരു വസ്തുവിൻ്റെ അകം നമ്മൾ പൊട്ടിച്ചു നോക്കുന്ന പോലെയല്ല. അത് നമുക്കൊന്ന് കീറി നോക്കിയാലോ എറിഞ്ഞു ഉടച്ചു നോക്കിയാലോ അതിൻ്റെ അകം ഒന്ന് കാണാം. നമ്മുടെ മനസ്സും അത് നടക്കൂല. മനസ്സ് വെട്ടിപ്പൊളിച്ചാൽ മാംസപിണ്ഡം മാത്രമേ കാണുള്ളൂ, വേറൊന്നും കാണാനില്ല, ഒന്നുമില്ല. അതറിയുന്നവൻ അല്ലാഹ് മാത്രമാണ്. നോമ്പ് മുറിക്കുന്ന നേരത്തെ പ്രാർത്ഥനയുടെ അർത്ഥം നമ്മൾ ശരിക്കും ഉൾക്കൊണ്ടാൽ ഈ കാര്യം പെട്ടെന്ന് മനസ്സിലാകും. നോമ്പ് മുറിച്ചാൽ ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥന നോക്കൂ നിങ്ങൾ. ദാഹം പോയി. 1-2 ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോഴേക്ക് ദാഹമൊക്കെ പോയി. ഉറപ്പിക്കാം, ഇപ്പം എനിക്ക് ദാഹമല്ല. നല്ല മധുരമുള്ള വെള്ളം കുടിച്ചു, നല്ല തണുത്ത വെള്ളം കുടിച്ചു, അല്ലെങ്കിൽ ചുടുവെള്ളം കുടിച്ചു, എന്തു ആകട്ടെ, ദാഹം പോയി കിട്ടി. പിന്നെയോ ഞരമ്പുകളൊക്കെ നനഞ്ഞു. ഇതുവരെ കൈകളും കാലുകളൊക്കെ തളർന്ന പോലെയായിരുന്നു. എല്ലാം ഒന്ന് ജീവൻ വെച്ചു, കുഴപ്പമില്ല, ഉന്മേഷമായിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം നോക്കൂ നിങ്ങൾ. വസബത്തൽ അജ്ർ, കൂലി സ്ഥിരപ്പെട്ടു. അവിടെ നിർത്തിയില്ല. ഇൻഷാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിച്ചാൽ. എന്താണ് അവിടെ നമുക്ക് ഉറപ്പില്ലാത്തത്? ദാഹം തീർന്നു എന്ന് ഉറപ്പിച്ച പോലെ, നാഡീ നരമ്പുകൾ നനഞ്ഞു എന്ന് ഉറപ്പിച്ച പോലെ കൂലി ഉറപ്പിച്ചു. ഇൻഷാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിച്ചാൽ. എന്താ അതിൻ്റെ അർത്ഥം? നമ്മുടെ മനസ്സ് നോക്കി മാർക്കിടാൻ തരപ്പെട്ടവരല്ല നമ്മൾ. പ്രതീക്ഷിക്കാം, പ്രതീക്ഷിക്കാം. അതാണ് റബ്ബനാ തഖബ്ബൽ മിന്നാ സ്വാലിഹൽ അഅമാൽ എന്ന പ്രാർത്ഥന. അതിനാണ് ഏതൊരു നന്മയിൽ നിന്ന് വിരമിച്ചാലും റബ്ബനാ തഖബ്ബൽ മിന്നാ സ്വാലിഹൽ അഅമാൽ, അല്ലാഹുവേ ഈ അമലായ സ്വാലിഹായ അമൽ ഞങ്ങളെ കൊള്ളെ സ്വീകരിക്കുന്നാഥാ എന്ന പ്രാർത്ഥന വിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചത് അതിനു വേണ്ടിയാണ്. അപ്പോ റബ്ബ് നമുക്ക് കൂലി ഒരുക്കിയിട്ടുള്ള സ്വർഗീയത്തിൻ്റെ മുഴുവൻ കവാടങ്ങളിലൂടെ 8 കവാടങ്ങൾ, ആ 8 കവാടങ്ങളിലൂടെയും സന്തോഷവദനായി കടന്നു പോകാൻ നമുക്ക് അല്ലാഹു വെച്ച അവസരമാണ് വിശുദ്ധ റമളാൻ എന്ന്. വെറുതല്ല അത് ഷഹ്റുൻ മുബാറക് എന്ന് പഠിപ്പിക്കപ്പെട്ടത്, അനുഗ്രഹിക്കപ്പെട്ട മാസം. മറ്റു മാസങ്ങളെ പറ്റി അങ്ങനെ പറഞ്ഞില്ല. 11 മാസങ്ങളെ പറ്റിയും ഷഹ്റുൻ മുബാറക്, അനുഗ്രഹിക്കപ്പെട്ട മാസം എന്ന് കാണുന്നില്ല. റമളാന്റെ വിഷയത്തിൽ അത് കാണുന്നു. എന്തുകൊണ്ടാ? അത്രത്തോളം നന്മകൾക്ക് ബറക്കത്താക്കപ്പെട്ട ഒരു മാസമാണ്, ചെറിയ മാസമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിലേക്ക് ഇതാ വരികയാണ് വസന്തം പോലെയുള്ള ഒരു മാസം. പച്ച പിടിച്ച് ആര് കണ്ടാലും ഇഷ്ടപ്പെട്ടു പോകുന്ന, ആരും ആകർഷണീയത ഉണ്ടായി പോകുന്ന ആ നിലക്കൊരു മാസം. അതാണ് നിങ്ങളിലേക്ക് അടുത്തു വരുന്നത്. സ്വഹാബത്തിന് കൊടുത്ത ഉപദേശമാണ്. അതുകൊണ്ടാണ് ഈ നിലക്കുള്ള സദസ്സുകൾ സംഘടിപ്പിക്കപ്പെടും, വെറുതെ അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അക്കാലത്ത് കൊടുത്ത ഉപദേശങ്ങൾ പിൻപറ്റിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടത്തപ്പെടുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ തെറ്റിലേക്ക് വലിച്ചിടുന്ന 2 തരം ശത്രുക്കളുണ്ട്. ഒന്ന് ജിന്ന് വർഗത്തിലും 2 മനുഷ്യവർഗത്തിലുമാണ്. ആ 2 വർഗത്തിലുണ്ട്. ജിന്ന് വർഗത്തിലെ ഏറ്റവും ധിക്കാരിയായ, ഏറ്റവും വലിയ ശപിക്കപ്പെട്ട ശൈത്വാൻ, ആ ശൈത്വാൻ ബന്ധിക്കപ്പെടുന്ന മാസമാണ് റമളാൻ. ശൈത്വാൻ ബന്ധിക്കപ്പെടും. സുഫിറത്തി ശയാതീൻ, വലിയ ധിക്കാരികളായ ശൈത്വാന്മാർ ബന്ധിക്കപ്പെടുകയാണ്. അപ്പൊ ആളുകൾക്ക് സംശയം ഉണ്ടാകും, എന്നിട്ടും റമളാനിൽ ആളുകൾ തെറ്റുകൾ ചെയ്യുന്നില്ലേ? ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ബന്ധിക്കപ്പെടാത്ത
ചെറിയ ചെറിയ ശൈത്താന്മാരുണ്ടാവും, ചില വൈറസുകൾ ഉണ്ടാവും. അവർ മനുഷ്യ പിശാചുക്കളിൽ ഇടപെടും. നോമ്പില്ലാത്ത മനുഷ്യരുണ്ടാകും, നിസ്കരിക്കാത്ത മനുഷ്യരുണ്ടാകും. നോമ്പെടുത്താലും തമാശകൾ പറഞ്ഞ്, വേണ്ടാത്തരങ്ങൾ കണ്ട്, അശ്ലീലങ്ങൾ കണ്ട് സമയത്തെ കൊല്ലുന്ന, നന്മകൾക്കുള്ള അവസരങ്ങളെ അരിഞ്ഞു മാറ്റുന്ന ആളുകളുണ്ടാവും, നശിപ്പിച്ചു കളയുന്ന ആളുകൾ. പലയിടങ്ങളിലും ഇരുന്ന് സമയത്തെ ഇല്ലാതെയാക്കുന്നു, അതിൻ്റെ വില കുറച്ച് കാണുന്നു. അങ്ങനെയുള്ളവരുണ്ടാകും. അത്തരം മനുഷ്യ പിശാചുക്കളിൽ അകപ്പെട്ട് നമ്മുടെ റമളാനെ കൊന്നുകളയരുത്. നമ്മുടെ റമളാൻ മരവിച്ച, ആകെ ഉണങ്ങിയ ഒരു മരക്കഷ്ണം പോലെ ആകാൻ പാടില്ല. അതിനുള്ള ഒരവസരം നമ്മൾ ആരും ഉണ്ടാക്കരുത്. ആര് നമുക്ക് എതിരായി വന്നാലും അവരെ മാറ്റുക എന്നല്ലാതെ അവർക്ക് അടിമപ്പെടുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അത് ഭാര്യ ഭർത്താവിൻ്റെ കാര്യത്തിലും, ഭർത്താവ് ഭാര്യയുടെ കാര്യത്തിലും, എല്ലാവരുടെ വിഷയത്തിലും വേണം. എല്ലാവരുടെ വിഷയത്തിലും വേണം. ഭർത്താവ് മനസ്സിലാക്കണം, എൻ്റെ ഭാര്യക്ക് നന്നായി നന്മയെടുക്കാനുള്ള അവസരം റമദാനിൻ്റെ പകലിലും രാത്രിയിലും കൊടുക്കണം. എൻ്റെ മക്കൾക്ക് അവസരം കൊടുക്കണം. ഞാൻ അവർക്ക് ഒരു മാതൃകയുള്ള ബാപ്പയായി ജീവിക്കണം. വീട്ടിലെ കുറേ പണികളിൽ ഏർപ്പെട്ട്, ആ പണികൾ ഓർത്ത് ടെൻഷൻ അടിച്ച് സങ്കടപ്പെട്ട്, മര്യാദക്ക് ഖുർആൻ ഓതാൻ പറ്റാതെ, പ്രാർത്ഥിക്കാൻ മനസ്സറിഞ്ഞ് പറ്റാതെ, സമയബന്ധിതമായി തീർക്കേണ്ട ദിക്റുകൾ തീർക്കാൻ സമ്മതിക്കാതെ, അവരോട് ദേഷ്യപ്പെട്ട്, അവരോട് കയർത്ത് വർത്തമാനം പറഞ്ഞ് ഒരുപാട് ജോലി തിരക്കിലേക്ക് അവരെ തള്ളിയിടാൻ പാടില്ല. പരമാവധി നമ്മളും സഹകരിച്ച് ക്ഷമിച്ച് എല്ലാ കാര്യങ്ങൾക്കും ഒരു ചിട്ട വരുത്തണം. അല്പനേരം ഓതുകയാണെങ്കിൽ അവൾ ഓതിക്കോട്ടെ, പള്ളിയിൽ ഇരിക്കുകയാണെങ്കിൽ അവിടെ ഇരുന്നോട്ടെ. ആ നിലക്ക് സമ്മതിച്ചു കൊടുക്കുന്ന മനസ്സാണ് നമുക്കുണ്ടാകേണ്ടത്. അതാണ് പുണ്യങ്ങൾ സമ്പാദിക്കുക, വാരിക്കൂട്ടുക എന്ന് പറഞ്ഞാൽ. ഇത് ഖുർആനിൻ്റെ മാസമാണ്. റമദാനിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് ഷഹ്റു റമദാൻ ഉൻസില ഫീഹിൽ ഖുർആൻ. അള്ളാഹുവിൻ്റെ കലാം ഇറക്കപ്പെട്ട മാസമാണ്. സാധാരണ വർത്തമാനമല്ല ഖുർആൻ. ഏതെങ്കിലും ആളുകൾ എപ്പോഴെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ പേപ്പറിൽ ആക്കി വെച്ചതല്ല. അള്ളാഹുവിൻ്റെ പരിപൂർണമായ കലാം സംസാരമാണ്. ന്യൂനതയില്ലാത്ത വിശേഷണമാണ്, തുല്യതയില്ലാത്ത വാക്കുകളാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലിഫ് ലാം മീം 3 അക്ഷരങ്ങളാണ്. ഒരക്ഷരത്തിന് 10 കൂലി. അലിഫ് ലാം മീം 30 കൂലി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും. സഹോദരങ്ങളെ, ഖുർആനിൻ്റെ മാസമായിട്ട് ആ ഖുർആനുമായി ഇണങ്ങിച്ചേർന്ന് അതിനോട് ബന്ധിക്കപ്പെട്ട ഒരു ജീവിതം നമുക്കില്ല എങ്കിൽ ആ റമദാനിൻ്റെ പകലുകൾ രാത്രികൾ എന്തിനാണ്? എങ്ങനെയാണ് നമ്മൾ അർത്ഥവത്താക്കി മാറ്റുക? ഓതാൻ അറിയാത്തവർക്കും നന്നായി ഓതാൻ കഴിയുന്നവർക്കും വിശുദ്ധ ഇസ്ലാം അതിൻ്റെതായ പരിഗണന കൊടുത്തു എന്നത് ശ്രദ്ധേയമാണ്. ഒരു ഓഫീസിലോ ഒരു അങ്ങാടിയിലോ ഒരു കലാലയത്തിലോ അവിടെ നമ്മൾ നിർവഹിക്കേണ്ട കാര്യം, നന്നായി അറിയുന്ന ആളുകൾ കാര്യം സാധിച്ച് വേഗം പോകും. അറിയാത്തവരോ അവരിങ്ങനെ പിറകോട്ട് നിൽക്കും. ആരോട് ചോദിക്കണമെന്നറിയാതെ അന്താളിച്ച് പകച്ചു നിൽക്കും. അങ്ങനെയല്ല. നന്നായി ഓതാൻ അറിയുന്നവൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഅസഫറത്തിൽ കിറാമിൽ ബററ, പുണ്യവാളന്മാരുടെ വളരെ ആദരവ് കിട്ടിയവരുടെ കൂടെയാണ്, ആ സംഘത്തിൻ്റെ കൂടെയാണ് നന്നായി ഖുർആൻ ഓതാൻ കഴിയുന്നവർ. അള്ളാഹു അവർക്കൊരുക്കിയിട്ടുള്ള മഹനീയമായ സ്ഥാനമാണ്. തപ്പിത്തടഞ്ഞ് പ്രയാസപ്പെട്ട് ഞെരുക്കത്തോടെ ഓതുന്ന ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർക്ക് 2 കൂലിയാണ്. 2 കൂലിയാണ്. പ്രയാസപ്പെട്ട് ഓതിയതിന് 1 കൂലി, ഓതാൻ തയ്യാറായതിന് മറ്റൊരു കൂലിയാണ്. നഷ്ടമില്ല. നന്നായി പാകമായി ശ്രദ്ധിച്ച് ഖുർആൻ ഓതുന്ന ഒരാൾക്ക് 1 പേജ് ഓതാൻ 2 മിനിറ്റ് മതി. എല്ലാവരും വേണ്ട.
2 മിനിറ്റ്. കുറച്ച് വേഗത്തിൽ ഓതുകയാണെങ്കിലോ 1.5 മിനിറ്റ് കൊണ്ടൊക്കെ ഒരു പേജ് അവസാനിപ്പിക്കാം. ഓരോ പദങ്ങളും ഇങ്ങനെ നോക്കി അലിഫ് ലാം മീം ഇങ്ങനെ നോക്കി നോക്കി ഓതുകയാണെങ്കിലോ 5 മിനിറ്റ് അകം തീർക്കാൻ പറ്റും. 5 മിനിറ്റ് മതിയാ ഒരു പേജ് ഓതാൻ. നമുക്ക് 5 മിനിറ്റ് പോയാൽ 5 മിനിറ്റായി ഉറക്ക് വിരലൊടത്തി അല്ലേ? ആ 5 മിനിറ്റിൽ എത്ര അക്ഷരങ്ങൾ നമ്മൾ ഓതി? ഓരോ അക്ഷരങ്ങൾക്കും 10 വെച്ച് കൂലി കൂട്ടുക. സഹോദരങ്ങളെ, റമദാനിൽ ഖുർആൻ മുഴുവനായി ഒരു തവണ തീർത്താൽ ഖുർആനിലെ മുഴുവൻ അക്ഷരങ്ങൾ ഓരോന്നിനും 10 വെച്ച് കൊടുക്കുക. എത്രയാണ് കൂലി? കണക്കാക്കാൻ ബുദ്ധിമുട്ടാണ്, കണക്കാക്കാൻ ഞെരുക്കമാണ്. ആ കൂലി ഇരട്ടിയാണ് അല്ലാഹു തരിക, ഇരട്ടിയാണ് തരിക. അതുകൊണ്ടാണ് ഖുർആൻ നമ്മളോട് പറഞ്ഞു, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് ഓതിക്കൊണ്ടിരിക്കുന്നവർ, നിസ്കരിക്കുന്നവർ, അതുപോലെ ധർമ്മം ചെയ്യുന്നവർ, അവരെ കാത്തിരിക്കുന്നത് തിജാറത്തല്ലൻ തബൂർ, മുറിഞ്ഞു പോകാത്ത, ആറ്റുപോകാത്ത ലാഭകരമായ കച്ചവടം അവരെ കാത്തിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനാണ് നമുക്ക് സന്തോഷ വാർത്ത നൽകിയത്. ലാഭം മാത്രമേ ഉള്ളൂ, നഷ്ടല്ല. ഖുർആൻ പഠിക്കലും അത് പഠിപ്പിക്കലും അത്തരം സരസ്സുകളിൽ വന്നിരിക്കലും കാതോർത്ത് കേൾക്കലും സഹോദരങ്ങളെ ലാഭം മാത്രമാണ്. നഷ്ടം അതിലൂടെ നമുക്ക് ആലോചിക്കേണ്ട ആവശ്യം തന്നെയില്ല. അത്രയധികം ലാഭം മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നമുക്ക് തരുന്നത്. അതുകൊണ്ട് ഖുർആനുമായി ബന്ധിതമായ കെട്ടിയിടപ്പെട്ട ഒരു ജീവിതം അതായിരിക്കണം വിശുദ്ധ റമദാനിൽ നമുക്കുണ്ടായിരിക്കേണ്ടത്. ആർക്കും അറുത്തു മാറ്റാൻ പറ്റാത്ത ഒരു കയറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹബിലുല്ലാഹ്, ഖുർആൻ അല്ലാഹുവിന്റെ കയറാണ്. അൽ മതീൻ, വളരെ ഉറപ്പായ ഒരു കയറാ, ചെറിയ കയറൊന്നുമല്ല. ആര് വലിച്ചാലും പൊട്ടൂല, ആര് വലിച്ചാലും അതിൻ്റെ അറ്റം അവിടുന്ന് പോരൂല. ഒരു അറ്റം ഭൂമിയിലാണ്, ഒരു അറ്റം അല്ലാഹുവിൻ്റെ അടുക്കലാണ്. ആ കയറിൽ ആര് പിടിച്ചോ അവർക്കാണ് രക്ഷയുള്ളത്, അവർക്കാണ് സമാധാനമുള്ളത്. അഹ്ലുല്ലാഹി ഖാസ്, അല്ലാഹുവിൻ്റെ പ്രത്യേകമായ ആളുകളാണ് ഖുർആനിൻ്റെ ആളുകൾ. ഖുർആൻ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ട് ജീവിക്കാൻ സന്നദ്ധരാകുന്നവർ അഹ്ലുല്ലാഹ്, അവരല്ലാഹുവിൻ്റെ ആളുകളാണ്, അവരല്ലാഹുവിൻ്റെ ആളുകളാണ്. ഇനി ഇതിനേക്കാൾ നമുക്ക് എന്താണ് വേണ്ടത്? ഇതിനേക്കാൾ വലിയ ഒരു സന്തോഷ വാർത്ത നമ്മെ കേൾപ്പിക്കാൻ ആർക്കാണ് സാധിക്കുക? ഒരാളെ കൊണ്ടും കഴിയില്ല. അതുകൊണ്ട് ഖുർആനുമായി ബന്ധപ്പെടുക, നിസ്കാരത്തിൻ്റെ സമയത്ത് ശ്രദ്ധിക്കുക, രാവിലെയും വൈകുന്നേരവുമുള്ള അദ്കാറുകളെ കാര്യമായി തന്നെ എടുക്കുക. ഒഴിവുണ്ടാകുമ്പോഴെല്ലാം, ജോലിയിലാണെങ്കിലും അല്ലാത്തപ്പോഴും അസ്തഗ്ഫിറുല്ലാഹ് റബ്ബി ഗ്ഫിർലി പറഞ്ഞുകൊണ്ടേയിരിക്കുക. നല്ല നല്ല ക്ലാസുകൾ, വഅളുകൾ കേൾക്കുക, പഠനാർഹമായ കാര്യങ്ങൾ വായിക്കുക, കേൾക്കുക. അതൊക്കെയാണ് റമദാൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ് റമദാൻ പൂത്തുലഞ്ഞു നിൽക്കേണ്ടത്. അല്ലാതെ നമുക്ക് തോന്നിയ പോലെ പതിവ് രീതിയിൽ ഇങ്ങനെ പോകുക, കുറെ ഉറങ്ങി തീർക്കുക, കുറെ വർത്തമാനം പറഞ്ഞ് തീർക്കുക, കുറെ തമാശ പറഞ്ഞ് തീർക്കുക, കുറെ മൊബൈലിൽ അങ്ങനെ കണ്ണും നട്ടിരിക്കുക, എല്ലാം കാണുക, കേൾക്കുക. അങ്ങനെയല്ല. എല്ലാറ്റിനും ഒരു സമയക്രമം വേണം. ആവശ്യമുള്ളതിൽ ഇടപെടുക, ആവശ്യമില്ലാത്ത ഗ്രൂപ്പുകളൊക്കെ തൽക്കാലം സലാം പറഞ്ഞ് ഒഴിവാക്കുക. ഇനി ആവശ്യമുണ്ടെങ്കിൽ റമദാന് ശേഷം നോക്കാം. തൽക്കാലം ഈ ഗ്രൂപ്പിൽ വരുന്ന ചണ്ടി ചപ്പ് ചവറുകൾ അത് കാണാനും കേൾക്കാനും ഈ റമദാനിൻ്റെ മണിക്കൂറുകളെ ഞാൻ വിട്ടുതരികയില്ല. എല്ലാവർക്കും ഒരു സന്തോഷവും കൊടുത്ത് റമദാനൊക്കെ ഉഷാറാകട്ടെ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇറങ്ങിപ്പോവുക. ആ വീട് വിട്ടു പോകുക, ആ വീട് വിട്ടു പോകുക. ആ ഏത് ഗ്രൂപ്പാണെങ്കിലും ആ ഗ്രൂപ്പ് വിട്ടു പോകുക. ആവശ്യമുള്ളതൊക്കെ അവിടെ നിർത്തുക. നമുക്ക് വേണ്ട വിവരങ്ങൾ, അറിയിപ്പുകൾ തരാനുള്ള ഗ്രൂപ്പുകളൊക്കെ അവിടെ നിർത്തുക. അതുപോലെ ധർമ്മത്തിൻ്റെ മാസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ അജ്വദായിരുന്നു. അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ വേഗത്തിൽ, കണ്ടോ, ചെറിയ വേഗതയല്ല, ശക്തമായ കൊടുങ്കാറ്റിനേക്കാൾ വേഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധർമ്മത്തിന്റെ കാര്യത്തിലുണ്ടായിരുന്നു, നന്മയുടെ കാര്യങ്ങളിലുണ്ടായിരുന്നു. സഹോദരങ്ങളെ,
നമുക്കല്ല റിസ്ഖായി തന്നതിൽ നിന്നാണ് കൊടുക്കേണ്ടത്. മനസ്സിലാകണ്ടോ? കൊടുക്കേണ്ട കാര്യം അത് ആളുകൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണ്. അഥവാ ഇന്നത്തെ നമ്മുടെ വരുമാനം എത്രയാണോ, ഓരോ ദിവസത്തെയും നമ്മുടെ വരുമാനം എത്രയാണോ, അതിനാണ് റിസ്ഖ് എന്ന് പറയുക, അന്നം എന്ന് പറയുക. അതാണ് അന്നം. ഒരാൾക്ക് 700 ആകാം, ഒരാൾക്ക് 1000 ആകാം, ഒരാൾക്ക് 1500 ആകാം. ലക്ഷങ്ങളുണ്ടാകും. ലക്ഷങ്ങളൊക്കെ വരുമാനം വന്നും അറിയുന്നവരുണ്ടാകും. അതവർക്ക് റിസ്ഖായി അല്ല കണക്കാക്കിയതാണ്. ആ റിസ്ഖിൽ നിന്നാണ് കൊടുക്കേണ്ടത്. മനസ്സിലായോ? നമ്മുടെ മക്കൾക്ക് ചോറ് വെച്ചു കൊടുക്കാൻ, കറി വെച്ചു കൊടുക്കാൻ, വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ, വീടിന്റെ ചെലവുകൾ നടത്താൻ നമുക്കല്ല തന്ന റിസ്ഖിൽ നിന്നാണ് അള്ളാന്റെ മാർഗത്തിലേക്ക് നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാതെ 1000ന്റെ കൂടെ ഒരു 250 കിട്ടിയാൽ അത് ധർമ്മം ചെയ്യുക എന്നല്ല. അങ്ങനെയല്ല. റിസ്ഖിൽ നിന്ന് കൊടുക്കുമ്പോഴാണ് നമ്മൾ ദുന്യാവിനെയാണോ ആഖിറത്തിനെയാണോ കൂടുതൽ പരിഗണിച്ചത് എന്ന് പെട്ടെന്ന് മനസ്സിലാകുള്ളൂ. അല്ലാതെ കുറേ കൂട്ടിട്ടിട്ട് അതിനിങ്ങനെ വാരി കൊടുക്കുമ്പോൾ ഒരു വില ഉണ്ടാവില്ല. അതവിടെ വെറുതെ കിടക്കല്ലേ, അതിനങ്ങനെ കൊണ്ടുപോയിക്കോളിന്നറിയും. അങ്ങനെയാണ്. അല്ല, അങ്ങനെയല്ല. നമുക്ക് ആവശ്യമില്ലാത്തതല്ല, നമുക്ക് അത്യാവശ്യമാണ്, നമുക്ക് അനിവാര്യമാണ്. അതിൽ നിന്ന് കൊടുക്കുമ്പോൾ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ ആലോചിക്കും, വീട്ടിൽ കൊടുക്കലാണോ അള്ളാന്റെ വീടിന് കൊടുക്കലാണോ ഉത്തമം? കണ്ടോ? വീടിന് കൊടുക്കലാണോ അള്ളാന്റെ വീടിന് കൊടുക്കലാണോ? എൻ്റെ മക്കളുടെ പഠനകാര്യങ്ങൾക്ക് മാത്രം കൊടുക്കലാണോ, അതല്ല എൻ്റെ മക്കളടക്കം പഠിക്കുന്ന ദീനിയായ ഒരു സ്ഥാപനത്തിന് കൊടുക്കലാണോ പ്രധാനം? അങ്ങനെ നമ്മൾ ഒരു പരിശോധന നമ്മൾ നടത്തും. അതുപോലെ എൻ്റെ വീടിൻ്റെ ആവശ്യങ്ങൾ, അതിൻ്റെ കേടുപാടുകൾ തീർക്കാൻ, ആ വീടിൻ്റെ അകത്തും പുറത്തുമായി വേണ്ട അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ചെലവഴിക്കുന്ന പണമാണോ പ്രധാനം? അതല്ല അള്ളാഹുവിൻ്റെ ദീനാകുന്ന ഈ വീടിനെ സേവിക്കാൻ, ആ വീടിന് സേവനം ചെയ്യാൻ, ആ വീടിനെ പരിപോഷിപ്പിക്കാൻ, അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്, ആ സൗകര്യങ്ങൾക്ക് ഞാൻ കൊടുക്കലാണോ ഏറ്റവും അഭികാമ്യം എന്ന ഒരു പരിശോധന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പൊ നമുക്ക് പിടിച്ചു വെക്കാൻ തോന്നൂല, കൊടുക്കാനേ തോന്നുള്ളൂ. അതിനുള്ള മാസമാണ് റമദാൻ. തറാവീഹ് നിസ്കാരം എല്ലാ രാത്രിയിലും ഉള്ളതാണ്. എല്ലാ രാത്രിയും ഉള്ളതാണ്. ഇന്നത്തെ രാത്രിയുണ്ട്, ഇന്നലെയുണ്ട്, നാളെയുണ്ട്. റമദാനാകുമ്പോൾ തറാവീഹ് എന്ന പേരിൽ അതറിയപ്പെടും. അല്ലാത്ത രാത്രിയിൽ ഖിയാമു റമദാനായി, ഖിയാമുൽ ലൈലായി, തഹജ്ജുദായി, വിത്റായി നമുക്കിടയിൽ അതുണ്ട്. വിത്റാണെങ്കിലും ഖിയാമുൽ ലൈലാണെങ്കിലും ഖിയാമു റമദാനാണെങ്കിലും തഹജ്ജുദാണെങ്കിലും തറാവീഹാണെങ്കിലും എല്ലാം ഒന്നാണ്. പേരുകൾ വ്യത്യസ്തമാണ്. പല കാരണങ്ങളാൽ വ്യത്യസ്ത പേരുകളാണ്. കർമ്മം ഒന്നാണ്, രൂപം ഒന്നാണ്, സമയം ഒന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിലാണെങ്കിലും അല്ലാത്തപ്പോഴും 11 കൂടുതൽ നിസ്കരിച്ചിട്ടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചു എന്ന നിലക്ക് 11 നിസ്കരിച്ചാൽ അത് ബിദ്അത്താണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ നിസ്കരിച്ചിട്ടില്ല. സുന്നത്ത് എന്താണ്? 11. ജമാഅത്തായി നിർവഹിക്കൽ വളരെ പ്രധാനം. ജമാഅത്ത് വിട്ടുപോകാൻ പറ്റൂല. കാരണങ്ങളുണ്ടെങ്കിൽ ശരി, അല്ലെങ്കിലോ തറാവീഹ് ജമാഅത്തിലേക്ക് റമദാനിൽ എത്തണം. ജമാഅത്തിൽ ചേർന്നാലോ അത് പൂർത്തിയാകാതെ പോകാനും പറ്റൂല. 8 റക്അത്ത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി വീട്ടിൽ നിന്നാക്കാൻ പറ്റൂല. ജമാഅത്തിൽ ചേർന്നാൽ അത് പൂർത്തിയാക്കണം, വഴിയിലിട്ട് പോകാൻ പറ്റൂല. ഇനി പള്ളിയിലെത്താൻ പറ്റാത്തവരോ വീട്ടിൽ നിസ്കരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർബന്ധമായിരുന്നു. നമുക്ക് നിർബന്ധമല്ല, പക്ഷെ വളരെ പ്രബലമായ സുന്നത്താണ്. റമദാനിലൊക്കെ പ്രത്യേകിച്ച് മൻ ഖാമ റമദാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റമദാനിൽ നിസ്കരിച്ചു. എങ്ങനെ? വിശ്വാസത്തോടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
കാലിൽ നീരുകെട്ടി പ്രയാസപ്പെട്ട് നിസ്കരിക്കുന്നു. നമ്മുടെ ഉമ്മ ആ കാഴ്ച കണ്ട് ചോദിക്കുന്നു, എന്തിനാ പ്രവാചകരെ, എന്തിനാണിങ്ങനെ? ഒറ്റ വാക്കിലാ മറുപടി, അഫലാ അകൂന അബ്ദൻ ഷകൂറൻ യാ ആയിഷ. ആയിഷ, ഒരു നന്ദിയുള്ള അടിമയായിട്ട് ഞാൻ മാറണ്ടേ? നന്ദിയുള്ള അടിമയായിട്ട് ഞാൻ മാറണ്ടേ? അതിനു വേണ്ടിയാണ്. അത്രത്തോളം അവിടുന്ന് സൂക്ഷിച്ചു പോന്ന ഒന്നായിരുന്നു. നോമ്പ് മുറിക്കുന്ന സമയം പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന സമയമാണ്. നോമ്പുകാരനായിരിക്കെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. ഇതൊക്കെ ഉപയോഗപ്പെടുത്തണം. അതുപോലെ അത്താഴം, അത് ബറക്കത്താക്കപ്പെട്ടതാണ്. എന്തെങ്കിലും ചെറിയൊരു ഭക്ഷണം കഴിച്ച് നമ്മൾ അത്താഴം കഴിക്കണം, ഒഴിവാക്കരുത്. ബറക്കത്താക്കപ്പെട്ട ഒരു ഭക്ഷണമാണ് അത്താഴത്തിന്റെ സമയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പറഞ്ഞു, അത് ഇസ്തിഗ്ഫാറിനും പ്രാർത്ഥനയ്ക്കും ഉപയോഗപ്പെടുത്തേണ്ട സമയമാണ്. ഖുർആൻ തന്നെ പറഞ്ഞു, വബില്ലസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. ആ പ്രഭാത സമയം, അത്താഴ സമയം അവർ പാപമോചനത്തിനു വേണ്ടി ഒഴിഞ്ഞിരിക്കുകയാണ്, ഉറങ്ങിത്തീർക്കാൻ പാടില്ല. അങ്ങനെ ബാങ്ക് കേൾക്കാതെ ജമാഅത്ത് നഷ്ടപ്പെട്ട് അവസാനം നേരം വെളുത്ത് നിസ്കരിച്ച് സുന്നത്തില്ല, പ്രബലമായ സുന്നത്തില്ല, അങ്ങനെ ഒരു ജീവിതം നമുക്കുണ്ടാകാൻ പാടില്ല. അതേപോലെ നിഷിദ്ധങ്ങളിൽപ്പെട്ട് നമ്മുടെ കർമ്മങ്ങളെ വിഫലമാക്കുന്ന അവസ്ഥയും നമുക്കുണ്ടാകാൻ പാടില്ല. എല്ലാ അർത്ഥത്തിലും റമദാനെ നമുക്ക് അനുകൂലമാക്കുകയും നോമ്പും ഖുർആനും നിസ്കാരവുമൊക്കെ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമുക്ക് ശുപാർശകരായി വരത്തക്ക രൂപത്തിൽ, സഹോദരങ്ങളെ, റമദാനിൻ്റെ പകലുകളെ നാം ഓരോരുത്തരും സമ്പന്നമാക്കാൻ പരിശ്രമിക്കുക. റമദാന്റെ തുടക്കത്തിൽ പൂർണ്ണമായും നോമ്പെടുക്കണമെന്ന നിയത്തോടുകൂടി നാം ഉണ്ടാവുക. ഓരോ നോമ്പിലേക്ക് പ്രവേശിക്കും മുമ്പ് അടുത്ത നോമ്പ് ഇത്രാമത്തതാണ് എന്ന നിലക്ക് ആ നിയത്തുകൾക്കൊരു പുതുമ കൊടുക്കാൻ നാം എല്ലാവരും പ്രയത്നിക്കുക. അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് പരലോകത്ത് നമുക്ക് ഏറ്റവും വലിയ സമ്പാദ്യമായി വിശുദ്ധ റമദാനിലെ കാര്യങ്ങൾ അനുകൂലമായി കിട്ടുന്ന രൂപത്തിൽ ഓരോന്നും മാറ്റിയെടുക്കാൻ പ്രയത്നിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.